വെൽക്കം ബാക്ക്. ഞാൻ അതിനെ റെഡി ആയിട്ട് അജിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല അജിനും ഉണ്ട്. ഞങ്ങൾ രണ്ടുകൂടെ ആക്റ്റീവയിലാട്ടോ പോകുന്നത്. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു, ഒരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെതറായിരുന്നു ഇന്ന്. സാധാരണ ഇപ്പോൾ ഫുൾ മഴ മിക്സായിട്ടാണല്ലോ വെതർ വരുന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടൊരു പ്ലസൻറ്റ് ഡേ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നല്ലൊരു വെട്ടം കണ്ടപ്പോൾ ഒരു ഗുഡ് ഫീൽ ആയിരുന്നു. എനിക്കിപ്പോൾ ഒരുപാട് ഈ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന ക്ലൈമറ്റിനേക്കാളും കുറച്ച് വെട്ടമൊക്കെ ഉള്ള ക്ലൈമറ്റാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് ശ്രീജ ചേച്ചി എൻ്റെ കസിനാട്ടോ, ശാസ്താംകോട്ട അമ്പലത്തിൽ പോയിട്ട് ആട തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളുടെ അടുത്തെല്ലാം വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്, ആടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അടയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇടുന്നൊരു വഴിപാടാണ് അട. ഇലയപ്പം എന്നൊക്കെ പറയുന്നത്, ഇലയ്ക്കകത്ത് അരിമാവ് ശർക്കര ഫില്ല് ചെയ്യുന്നൊരു സാധനമാണ്. അങ്ങനെ ചേച്ചി ബായൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഞാൻ വീഡിയോ എടുത്തിരുന്നു, പുള്ളിക്കാരത്തെ അറിഞ്ഞതുകൂടിയില്ല. ഇടയ്ക്ക് കൂടി ഇങ്ങനെ നോക്കിയപ്പം ഞാൻ ക്യാമറയായിട്ട് ഫോണായിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഷടപടയെന്നങ്ങ് പോയി. ഇതാട്ടോ നമ്മളുടെ അട. ശാസ്താംകോട്ട അമ്പലത്തിലെ മെയിൻ വഴിപാടാണ്. അപ്പോൾ നമ്മളുടെ അടയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞാനും രാജേഷിവിടെ വീണ്ടും പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ്, മെയിനായിട്ട് പോകാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ അവൻ പോകാൻ പോയപ്പോൾ കൂടെ ഞാൻ വന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ശാസ്താംകോട്ടയിലോട്ട് പോവാണ്. ഞാനും രാജേഷിനും കുറച്ച് ഷോപ്പിങ്ങിന് വന്നതാണ്. നമുക്ക് കുറച്ച് മീൻ, നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അവൻ ATM കയറിയേക്കുവാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കുറേ നാളായി വന്നിട്ട്. അപ്പോൾ ഞാൻ ഉടനെ ഓടി പുറകിൽ കയറി ഞാൻ വരുന്നു പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ കയറുന്നതനുസരിച്ചിട്ട് കാണിക്കാം. ആദ്യമേ പച്ചക്കറി വാങ്ങിക്കണം, അത് കഴിഞ്ഞ് മീൻ വാങ്ങിക്കണം, പിന്നെ വീട്ടിൽ പോകണം. അതാണ് വിചാരിക്കുന്നത്. അപ്പം ATM ഇറങ്ങട്ടെ. ഈ കാണുന്നതാണ് ശാസ്താംകോട്ട ഫിൽട്ടർ ഹൗസ്. നമ്മുടെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യുന്ന വലിയൊരു ഏരിയ. ഇപ്പം അതിൻ്റെ ബാക്ക് സൈഡിൻ്റെ എൻഡ് ഭാഗമാണിത്. ഈ സൈഡിൽ അങ്ങോട്ടേക്കുണ്ട്. അപ്പം രാജേഷ് വന്ന് പോവാം. അവിടെ ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി വാങ്ങാനായിട്ടാണ്. അപ്പം നമ്മളുടെ ആ ശാസ്താംകോട്ട ജംഗ്ഷനിൽ തന്നെ BSNL ഓഫീസിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഒരു പച്ചക്കറിയുടെ സ്റ്റോളുണ്ട്. അടിപൊളി പച്ചക്കറി അവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. പണ്ട് അമ്മയും അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അജിൻ്റെ വീട്ടിൽ പോയ ശേഷവും ഞങ്ങളിവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ഓണം ഷോപ്പിംഗ് വ്ലോഗിനിടയ്ക്ക് എപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാജേഷ് കൂടി ഇങ്ങോട്ട് വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കണക്കാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഇതൊക്കെ വാങ്ങിക്കാൻ പ്രോയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയാം അമ്മയെടുത്ത്, അമ്മ സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാനങ്ങ് വാങ്ങിച്ചോളാമെന്ന്. എന്നാലും അമ്മ ലിസ്റ്റൊക്കെ തന്നിട്ടാണ് വിട്ടത്. പിന്നെ ഇന്ന സാധനങ്ങൾ വേണമെന്ന്. അപ്പം അവിടെ ഞങ്ങളതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്യുവാണ്. നമുക്ക് നേരെ പോകേണ്ട ചന്തയിലോട്ട മീനൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ശാസ്താംകോട്ട ഉള്ളവർക്ക് അറിയായിരിക്കും, ആതിരമ്പൂട്ടിലാണ് നമുക്ക് ഉച്ചയ്ക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലം. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം അത്ര ഫ്രഷൊന്നും അല്ല എങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും നന്നായിട്ട് മീൻ കിട്ടുന്നൊരു സ്ഥലം, അത് അങ്ങോട്ടാണ് പോകുന്നത്. അത് ഏത് വേണം? എല്ലാവരും വേണോ? ഇത് വേണോ? ഞങ്ങൾ പോയിട്ട് വന്നു, ഡ്രസ്സെല്ലാം മാറി ഇവിടെ ഇരിക്കുന്നു. ഇനി ഞാൻ വിചാരിച്ചു മീൻ വാങ്ങിച്ചു, ചൂരമീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിയുടെ ഒരു കറി ഉണ്ടല്ലോ, മറ്റേ മുളകിടുന്ന മീൻ കറി, അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അവിടെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അമ്മ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുമ്പോഴത്തേക്ക് ഞാൻ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എത്രത്തോളം വിജയിക്കും എന്നറിയാമല്ലോ. അത് ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കാമെന്ന്. പിന്നെ കിച്ചണിലെ പരിപാടിയാണ്. ഇനി കിച്ചണിലോട്ട് പോവാം. കുറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ കോവയ്ക്ക. അപ്പം തോരൻ വെക്കാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു അമ്മ. അപ്പം ഞാൻ അതുകൂടെ കട്ട് ചെയ്യുക. ഓൾറെഡി മീനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മീൻ കറി വെക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു കുക്കിംഗ് പരിപാടി. ഞങ്ങളുടെ വീട്ടിൽ വരെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ചെയ്യാറില്ലാണ് മറ്റൊരു കാര്യം. അമ്മയായിരിക്കും എപ്പോഴും എല്ലാം ചെയ്യുന്നത്. ഹെൽപ്പൊക്കെ ചെയ്യും, എന്നാലും മെയിൻ കുക്കിംഗ് എപ്പോഴും അമ്മയായിരിക്കും. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് കാര്യമായിട്ട് സഹായിക്കാം.
അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവയ്ക്ക തോരൻ, അതുപോലെ തന്നെ മീൻകറി, പിന്നെ സാമ്പാർ, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെനു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് രാജേഷ് വീട്ടിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ മിക്ക വ്ളോഗുകളിലും രാജേഷ് കാണത്തില്ല. അവൻ എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിലെല്ലാം ബാങ്കിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്നിവിടെ വന്നാലും അവൻ കാണത്തില്ല. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അവനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാൻ പ്ലാൻ ചെയ്ത വ്ളോഗൊന്നും അല്ല, ഇവിടെ വരുന്നു എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് എന്നാ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻകറി ഇപ്പം ഏകദേശം റെഡി ആവാറായി. മീൻസ് ഇപ്പം മീൻ തിളച്ച്, ആ ഒരു മസാല തിളച്ചപ്പോൾ ഞാൻ മീൻ ഇട്ടു. ഇനി മീൻ നന്നായിട്ട് വെന്ത് വരണം. വെന്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഈ സൈഡിൽ നമ്മളുടെ കോവയ്ക്ക തോരൻ, അയ്യോ പുകയായിപ്പോയി, കോവയ്ക്ക തോരൻ വെന്തുകൊണ്ടിരിക്കുന്നു. അമ്മ അവിടെ കിച്ചണിൽ തേങ്ങ തിരുമ്പും. ഇവിടെ ഓൾറെഡി ചോറൊക്കെയായി. ഇവിടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് അടുപ്പ് വരുന്നത്. അപ്പം കുറച്ച് പുകയായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഹായ് ഹായ് പറയൂ. ഹായ്. എന്തോ സബ്സ്ക്രൈബേഴ്സോ? അമ്മ നോക്കത്തില്ലയോ? സബ്സ്ക്രൈബ് വീഡിയോ ആണോ? ഇപ്പൊ കൊറേ പേര്, ഇപ്പം 1.6K 1600 പേരായി. നീ കൊറേ പേരാവും. ഏതാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഇപ്പൊ പറ. അതായത് ഈ 1.6K കൂടണമെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലായിടത്തും പറ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ. തേങ്ങ എന്തിനെടുക്കുന്നേ? അപ്പൊ അമ്മേന്റെ വീഡിയോസ് കാണാറുണ്ടല്ലേ? ഗുഡ് ഗേൾ. ലാസ്റ്റ് ഇട്ട വീഡിയോ ഏതാ? ലുലുമാളിലോ? അതെ 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 അത് തന്നെ. ഓക്കെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്നാ ഞാൻ പോയെന്ന് ഞാൻ മറന്നുപോയി ഏതായിരുന്നെന്ന്. ഗുഡ് ഗേൾ. അങ്ങനെ എല്ലാം കാണുക. പിന്നെ അമ്മയടുത്ത് വർത്തമാനം പറഞ്ഞ് അങ്ങനെ കിച്ചണിൽ നിൽക്കുമായിരുന്നു. എൻ്റെ ജോലിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. മീൻകറി ആയിരുന്നു നമ്മളുടെ മെയിൻ ഒരു സംഭവം. അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കൂടെ കിച്ചണിൽ വന്നിട്ട് അവിടെ പക്കാവട ഇരിപ്പുണ്ട്. കടലമാവ് കൊണ്ടുള്ളൊരു ചിപ്സ് ആട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞ് കിച്ചണിൽ കറങ്ങി നിൽക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. ഇവിടുത്തെ മുളക് അത്ര റെഡ് അല്ലാത്തതുകൊണ്ട് കളർ അങ്ങനെ ഒരു റെഡ് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് നൈസാണ്. ഇനി എല്ലാവരും കഴിക്കുമ്പം അവരോട് ചോദിക്കാം. അവർ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പം മാറിക്കളി. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് ട്രൈ ചെയ്യണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. സോ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കറിയും റെഡി ആയിട്ടുണ്ട്. തോരനൊക്കെ നല്ല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിക്കാം. ഇനി കഴിക്കാൻ നേരം ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഉച്ചക്കത്തെ ഊണ് കഴിക്കുകയാണ്. സാമ്പാറുണ്ട്, ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻകറി ഉണ്ട്, കോവയ്ക്ക തോരനുണ്ട്. മീൻകറി എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ചാനലിൽ നിന്ന് വീഡിയോ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അമ്മ കുറച്ച് പായസം ഫ്രിഡ്ജിൽ ഇരുന്ന് പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊണ്ട് തന്ന്. അപ്പോൾ ഞാൻ പോയിട്ടൊരു സിനിമ ഇട്ട്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ട് മുകേഷൊക്കെ ഉള്ളൊരു സിനിമ കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പടം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഓരോരുത്തരായിട്ട് ഒന്ന് ജോയിൻ ചെയ്യും. അതാണ് വീട്ടിൽ എപ്പോഴത്തെ ഒരു രീതി. എന്നിട്ട് ഞാൻ ഈ ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് ആസ്വദിച്ചിരുന്ന പായസമൊക്കെ കഴിച്ച് ആ പടം കണ്ടുകൊണ്ടിരിക്കുക. രാജേഷ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പം വന്ന് ഇരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ല, എനിക്ക് ഈ ഫ്രെയിം ഒരു ഭംഗി തോന്നിയത് അപ്പൂപ്പൻ്റെ അമ്മയുടെ ആ ഫോട്ടോ ഉണ്ടോ ബ്ലറായിട്ട്, എന്തോ എനിക്കൊരിഷ്ടം തോന്നി. അങ്ങനെ ഞാനിത് കഴിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പടം ഇങ്ങനെ ആസ്വദിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തു. ആദ്യം അജിം വന്നു, പിന്നെ അമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കാമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഇമോഷണൽ സംഭവമൊക്കെ വന്ന് അമ്മ കുറച്ച് ഇമോഷണലായിരിക്കുന്ന എനിക്ക് തോന്നി. ഇപ്പം ചിരിക്കാൻ പറയുകയാണ് ഞാൻ. അമ്മ ഇങ്ങനെ പടമൊക്കെ വെച്ച് കൊടുത്ത് അമ്മ വന്നിരുന്ന് ഇങ്ങനെ കണ്ട് അതിലങ്ങ് ലയിച്ചിരിക്കും. ബാക്കി ജോലിയൊക്കെ അങ്ങ് മറന്നേ അങ്ങ് പോവും. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ആ പടം കണ്ട് തീരാറായി. രസമുണ്ടായിരുന്നു. കുറേ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നല്ലൊരു പടമായിരുന്നു. എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ പടം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൗട്ടിൽ വന്നിങ്ങനെ വെറുതെ കുറേ നേരം ഇരുന്നു. ശരിക്കും ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഇതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത കാര്യങ്ങളായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഭയങ്കര കാമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ വെറുതെ മുറ്റത്ത് വന്നിരുന്ന് അങ്ങനെ നോക്കിയിരിക്കുന്നതും എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് ഞാൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങൾ എപ്പോഴും ലൈഫ് അങ്ങനെയല്ലേ. പണ്ട് നമ്മൾ ചെയ്തൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മിസ് ചെയ്യും.
ഈ കാണുന്ന വലിയ മിറ്റമൊക്കെ ഞാനാട്ടോ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അടിക്കും വീട്ടിലൊക്കെ വരുമ്പം, പക്ഷെ എന്നാലും ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫുൾ അമ്മയുടെ കയ്യിലാണ്. വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഡ്യൂട്ടി എൻ്റെ കയ്യിലായിരുന്നു. ഇത് ഒറ്റ സ്ട്രെച്ചിൽ തൂത്താൽ മാത്രം മതി, നമുക്ക് നല്ലൊരു എക്സസൈസാണ്. എനിക്കിങ്ങനെ വണ്ണം പെട്ടെന്ന് വെച്ച്, അത് പണ്ടത്തെ അപേക്ഷിച്ച് വണ്ണമൊക്കെ വെക്കുമ്പം എല്ലാവരും പറയുന്നത് ഈ മുറ്റവടി നിർത്തിയത് കൊണ്ടാണെന്നാണ്. അത്രയ്ക്കും വലിയ മുറ്റമാണ്. അങ്ങനെ അമ്മയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിറ്റൗട്ടിലോട്ട് വന്നു. ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കിടക്കട്ടെന്ന് പറഞ്ഞ് റൂമിലോട്ടൊക്കെ പോയി. അങ്ങനെ അമ്മയുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. പിന്നെ അമ്മ പതുക്കെ എൻ്റെ മുടിയിലോട്ട് കിടക്കും, മുടി അഴിച്ചിടും. അതൊരു നോർമൽ സംഭവമാണ് വീട്ടിൽ. അലോവേര ജെല്ലൊക്കെ പറ്റും തല കഴുകാനേ. ഈ ഇതുണ്ടല്ലോ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയും പൂവും കൂടെ താളി ഉണ്ടാക്കാൻ അതുണ്ടാക്ക്. പിന്നെ ഒരു ദിവസം അത് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം അലോവേരയുടെ ജെല്ലെടുക്കണം. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ഈ അപ്പൊ ഈ അലോവേരയുടെ നല്ല താളി വെക്കുന്നത് നല്ലതാണ് മുടി ഒഴിച്ചിട്ട്. ഈ കീഴാറിനെല്ലുണ്ടല്ലോ, കീഴാറിനെല്ലി അതെന്തോ കീഴാറിനെല്ലി ഞാൻ കാണിക്കാം. അത് പിഴിഞ്ഞ് മിക്സിയിൽ അരച്ചെങ്ങാണ് എടുത്തിട്ട് അതിന്റെ നീരെടുത്ത് ദിവസം അതൊക്കെ നല്ലതാണ്. അടിപൊളിയാണ്. ചെമ്പരത്തിപ്പൂ ഇലയൊക്കെ നല്ല അടിപൊളിയാണ് പറ്റാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അച്ഛൻ ഉറങ്ങാനൊന്നും പോയതല്ല. അച്ഛനിങ്ങനെ ജംഗ്ഷനിലോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നതാണ്. അച്ഛനിങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റൗണ്ട് അടിക്കും. അപ്പം ഞാൻ പറയായിരുന്നു അച്ഛൻ ഡൈ അടിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അത് രസമാണല്ലോ. അപ്പോഴത്തേക്ക് അമ്മ നല്ല കട്ടൻ ചായ, ഞാനും അജിനും ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് ഈ കട്ടൻ കാപ്പി കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കും. ഇത് നമ്മൾ കട്ടൻ ചായയാണ് ചൂസ് ചെയ്തത്. അച്ഛൻ നല്ല കിടിലം പരിപ്പുവടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് അച്ഛൻ റിവ്യൂ ചെയ്തൊരു കിടിലമാണ്, കഴിച്ചു നോക്കും, നല്ല ക്രിസ്പിയാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അജിനും എടുത്തു കൊടുത്തു. ഞാനും കഴിക്കുകയാണ്, അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് ഈ പരിപ്പുവട അതാണ് കൂടുതലിഷ്ടം ഉഴുന്നുവടയെക്കാട്ടിലും. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചായ, വൈകുന്നേരത്തെ ടീ ടൈം ഒക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മ ഓൾറെഡി ലാസ്റ്റ് ബാച്ച് ഓഫ് മാങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പം നല്ലത് നോക്കിയിട്ട് എനിക്ക് തരാം. ഇത് നമ്മളുടെ വീട്ടിലെ മാവിൽ തിന്ന ലാസ്റ്റ് റൗണ്ട് ഓഫ് മാങ്ങ കേട്ടോ. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കവറിലാക്കി എനിക്ക് തരികയാണ്. അമ്മ എപ്പോഴും അങ്ങനെയാണ്. വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും എനിക്ക് തന്നു വിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അമ്മ എടുത്ത് വെച്ചേക്കും. അങ്ങനെ അമ്മ അതെല്ലാം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു തരുമോ. ഒട്ടും പ്രതീക്ഷിക്കാൻ ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നത്. വീട്ടിലുള്ളൊരു ദിവസം അത്രയേ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.